ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഒരു ഓണാഘോഷം. സോ നമ്മളിതിനു മുമ്പ് ഇതുപോലത്തെ നമ്മുടെ ഒരു ആഘോഷത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ ടൈം കൊണ്ടും അതുപോലെ സാഹചര്യങ്ങൾ കൊണ്ടും നമുക്കൊരു വീഡിയോ പോലും ചെയ്യാൻ കഴിയാട്ടില്ല. അപ്പോൾ നമ്മളെന്തായിട്ടുണ്ട്, ഇപ്രാവശ്യത്തെ നമ്മുടെ കോളേജിലെ ഓണപ്പരിപാടിയിൽ ചെറിയ ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അവൈലബിൾ ആവുന്ന സമയത്ത് കിട്ടിയ വീഡിയോസ് നമ്മൾ എടുത്തിട്ട് വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അമൽ കോളേജിൽ ഇത്തവണത്തെ ഓണപ്പരിപാടി കിട്ടില്ലെന്നായിരുന്നു സത്യം പറയാലോ. അപ്പം ഞങ്ങൾ പേര് കൊടുത്തിരുന്നത് തകച്ചം എന്നായിരുന്നു. നമ്മൾ ഓണത്തിന് റിവീൽ നെയിം കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓണാഘോഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ഒരു എൻട്രിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വാഹനങ്ങളിലായിട്ട് പോകുന്ന, കോളേജിലേക്ക് പോകുന്ന ഒരു തുടക്കത്തിൽ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. സോ നമ്മുടെ യാത്ര ഏതായാലും കുഴപ്പമില്ലാതെ ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും ഓരോരുത്തർ പോകുന്ന ആ ഒരു എൻട്രി നിങ്ങൾ കാണാൻ കഴിയും. സോ കോളേജ് ഗേറ്റിന് മുന്നിലെത്തുന്ന സമയത്ത് തന്നെ മാവേലിയുടെ വരവ്, മാവേലി വന്നതും എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ആ ഒരു രംഗം ശരിക്കും പറയാൻ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം പലരും ഇപ്പം 3 ഡ്രസ് കോഡ് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം മിക്ക കോളേജിലെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുകയും. സോ സിമ്പിളായി പറയുകയാണെങ്കിൽ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഒരു കിഡിലൻ പ്രോഗ്രാം തന്നെയായിരുന്നു ഇത്. അങ്ങനെ ശിങ്കാരിമേള കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. നമ്മൾ കോളേജിൻ്റെ ഗേറ്റ് തൊട്ട് നമ്മൾ ഓഡിറ്റോറിയം വരെ എത്തുന്നു ശിങ്കാരിമേള. സോ ഈ സമയത്ത് അവിടെ ഓഡിറ്റോറിയം ഫുൾ നിറഞ്ഞൊഴുകിയിരുന്നു, കിഡിലനായിരുന്നു. ഏതായാലും നമ്മൾ ആ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തു. അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത്തവണ വീഡിയോ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ചായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു ആഹ്ലാദപരമായ ഇതിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ മിനിമം വീഡിയോയിലായിരുന്നു നമ്മളെ കോൺസെൻട്രേഷൻ ഫുൾ ഉണ്ടായിരുന്നത്. സോ അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾ കണ്ടു നോക്കിയ കിട്ടില്ലായിരുന്നു പരിപാടി കാര്യങ്ങളും. സോ അപ്പോൾ ഇനി നമ്മളെ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പുള്ള സെഷൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഓരോരുത്തരായി ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായിരുന്നു. അപ്പോഴല്ലേ രസം, സ്റ്റെപ്പ് മുഴുവൻ ഞങ്ങൾ തന്നെ. സോ ഏതായാലും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത നമ്മുടെ മത്സരങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് മത്സരം അവിടെ തുടർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് കിഡിലം മത്സരം, അതായത് തീറ്റ മത്സരമായിരുന്നു. തീറ്റ മത്സരം ഒരു കിഡ് തന്നെയാണ്. ഏതായാലും നിങ്ങൾക്ക് കാണാനുള്ള അവസരം മുഴുവൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. സോ ആ ഒരു പരിപാടി കിടിലായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയടുത്ത് കുറച്ച് ലാഗായപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, 2-3 പിക്കാണ് എടുത്തു. അപ്പോൾ നമ്മൾ പോയത് മിഡ് വേയിലാണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് കിട്ടിയത് കിടില വെള്ളം. ചൂടുവെള്ളം ആണെങ്കിലും കളർ മാറ്റം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കി. സോ മധുരമൊന്നുമില്ല, സാധാ ചൂടുവെള്ളം. സോ നമ്മൾ ഓണസദ്യക്ക് പകരം മന്തിയാണ് കഴിച്ചത്. എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നു. കിടിലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ അവരോടൊപ്പം ഫുഡ് കഴിക്കുന്നത്. സോ അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ കിടിലെ മത്സരം ആരംഭിച്ചു. അതിനു മുമ്പ് നമുക്ക് 2-3 മത്സരം മിസ്സായി, നമ്മൾ എത്താൻ വൈകി. ഓക്കെ, അപ്പോൾ പിന്നെ നടന്ന മത്സരം പറയുകയാണെന്നുണ്ടെങ്കിൽ വടംവലിയായിരുന്നു. ശരിക്കും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ ആ തിരക്കിൽ കഴിയാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. എന്തായാലും ഈ ഒരു പരിപാടിയായിരുന്നു ഏറ്റവും അവസാനത്തെ പരിപാടി. അതുകൊണ്ട് തന്നെ ടൈം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. ഒരു 5 മണി 5:30 കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ തന്നെ. ഒടുവിൽ വിന്നേഴ്സിനെ പ്രഖ്യാപിച്ചതും ഗ്രൗണ്ട് ആകെ ആവേശം കൊള്ളിച്ചു. പിന്നെ അവർക്ക് കപ്പും കൊടുത്താണ് നമ്മളെ ആ ഈ ഒരു ഓണാഘോഷം അവസാനിച്ചത്. സോ അപ്പോൾ ഇതാണ് ഇത്തവണത്തെ നമ്മുടെ ഓണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.